ഏട്ടോ ഏട്ടോ നിങ്ങളെ പേരെന്താണ്? എൻ്റെ പേര് ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ. ഇത് എവിടെ സ്ഥലം? മാടശ്ശേരി. മാടശ്ശേരി ഏത് പഞ്ചായത്ത്? തിരുവാലി പഞ്ചായത്തിൽ മാടശ്ശേരി എന്ന സ്ഥലത്ത്. ഇതിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണേ? പുളിഞ്ചി അതാ മുളകാ പച്ചടി. ഇപ്പൊ നമ്മളെ നാടൻ രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കണത്. ഇത് കുറെ എത്ര വർഷമായി നിങ്ങൾ ഉണ്ടാക്കണേ? ഇവിടെ തുടങ്ങിയിട്ട് എത്ര 2 മാസമായിട്ട്. അതിന് മുന്നേ കടലുണ്ടെങ്കിൽ കടലുണ്ടെങ്കിലേ കടലയും വറക്കും. ഇത് പുളിഞ്ചി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണത്? ഓർഡർ അനുസരിച്ചോ? ഇത് ഉണ്ടാക്കി വെക്കും. അത് കുറച്ചേ ഉണ്ടാക്കുള്ളൂ. അന്നെ ഉണ്ടാക്കൂലേ? അതിക്കെല്ലാം മുളകും കാര്യങ്ങളും അറിയാലോ ഇത്. ഇതിപ്പോ നിങ്ങള് പുളി കുറുക്കിയതില്ലേ? അതിൽ ഈ പച്ചമുളക് ഇടൂലേ? നല്ല നാടൻ രീതിയിലാണ്. കാരണം മണ്ണടുപ്പ് അല്ലേ, സാധാ അടുപ്പിച്ച് വറക്ക് വെച്ച് കാണാൻ. അതിൽ പുളി നമ്മള് പുളി വളരെ നമ്മള് ഇതാക്കി വെച്ചില്ലേ, കലക്കി പറഞ്ഞ് തിളപ്പിച്ച് അതിൽ നമ്മൾ പച്ചമുളക് ഇട്ടില്ലേ? ഇതായി പച്ചമുളക് ഇത് കിട്ട് ഇഞ്ചിന്റെ ഒരു കഷ്ണം വേണം. ഒക്കെ കടിക്കണല്ലേ? പഴയ കാല രീതി പുളിഞ്ചി കല്യാണത്തിനൊക്കെ ഉണ്ടാക്കണം. നിങ്ങളിത് ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കല്? ഉണ്ടാക്കൂലേ? കടലയും പുളിഞ്ചില്ലേ? പാല് വാങ്ങി മോരുണ്ടാക്കും. അങ്ങനെ എല്ലാം പാടൊക്കെ പുളിഞ്ചി. ഇത് എങ്ങനെയാണ് ആൾക്കാർ അറിഞ്ഞു കൊണ്ടുപോകണം? എങ്ങനെയാണിത് അറിഞ്ഞുകൊണ്ടുപോകണം? അറിയുന്ന വരും കുപ്പി ഓർഡർ ചെയ്യൂലേ? ഒരു ടിന് എത്ര? 50 റുപ്യ ടിന് അല്ലേ? കുപ്പിയിലാക്കി കൊടുക്കും. കുപ്പിയോടെ കൊടുക്കൂലേ? നിൽക്കും പോകണില്ലേ? ബസ്സിൽ പോകണ്ടില്ലേ? സ്കൂൾ ബസ്സിൽ പോകണ്ട. അതിന്റെ അടിയിലപ്പം ചെയ്യണില്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യൂലേ? ഇത് പിന്നെ വൈകുന്നേരം അല്ലേ കടല കച്ചവടം ഒക്കെ ഉണ്ടാകല്ലേ? പിന്നെ മോരുമ്പാലും ഉണ്ടല്ലോ, നാടൻ മോര്. ഇത് ശർക്കര അല്ലേ? ശർക്കര ഇട്ടിലേക്ക് പോരല്ലേ? മധുരത്തിനനുസരിച്ചല്ലേ? നല്ല അതിൽ ശർക്കര നല്ല ഉരുക്കണല്ലേ? നല്ല പഴയ കാലല്ലേ? മണ്ണെടുപ്പ് പോലെ വറക് വെച്ചിട്ട്. ഇപ്പൊ ഇതൊന്നും കാണൂല. ഇപ്പൊ പഴയ മല ടൈലിട്ട് ഒന്നായിട്ട് ഇത് വേണം. ഇപ്പൊ ഒന്നും ഇല്ലല്ലോ. അതല്ലേ? ഇപ്പൊ ഏകദേശം തിളച്ച് നല്ലതായില്ല കേട്ടോ. നല്ല അത്രയും പേസ്റ്റ് പോലെയാണല്ലേ? നല്ല അടിപൊളി പുളിഞ്ചിയാണ് നാടൻ രീതിയിൽ. പഴയകാല വിറകടുപ്പിൽ നല്ല നാടൻ രീതിയിൽ പുളിഞ്ചി കണ്ടാ നല്ല തിളച്ച് വരുന്നത്. ഏട്ടപ്പം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കണ്ടല്ലേ? കുറുകിക്കൊണ്ടിരിക്കണ്ടല്ലേ? പുളിയും കളറൊക്കെ ഓക്കെ ആയല്ലോ. ഒറിജിനൽ നാടൻ പുളിഞ്ചിമാർക്കായല്ലേ? ശർക്കരൻ്റെ കളറും പുളിയും ഒക്കെ റെഡിയായി. ഇനിയിപ്പോൾ അതിക്ക് എന്തൊക്കെ ചേർക്കാണ്ട്? പൊടിച്ചങ്ങാണ്ട് ചേർക്കുക. കടുക് വറക്കണ്ട, വറുത്ത് പൊടിക്കണല്ലോ. ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കാണ്. കണ്ടോ നല്ല അടിപൊളി പുളിഞ്ചി. നാടൻ രീതിയിൽ നല്ല കൊടുക്കും. ഇനി തണുക്കുമ്പോൾ ഒന്നും കൂടി ഇതാവില്ലേ? ടൈറ്റ് ആവില്ലേ? അപ്പൊ പാകമായി വന്നില്ല. മുളകൊക്കെ കാണാൻ ചോറേക്കാൻ തോന്നുന്നു. പച്ചമുളകും കൂട്ടിയിട്ടില്ലേ? അടിപൊളി. ഇത് വാങ്ങിക്കലഞ്ഞ് ഏകദേശം ആയി. അല്ല നാടൻ രീതിയിൽ തന്നെ വാങ്ങിക്കണേ. ആയിമക്കൂലേ? ഇതായിട്ട് എള്ളില്ലേ? എള്ള് വറക്കല്ലേ? ഇത് വറക്കണല്ലേ? ഇതൊക്കെ വേറെ എന്തെയുണ്ടോ? വേണ്ടല്ലോ കേട്ടോ. ചൂടായിട്ടില്ലേ? നല്ല നാടൻ രീതിയിലാണ് പൊടിക്കണേ. നല്ല അടിപൊളി നാടൻ രീതിയിൽ വെറുതെ കുത്തി കൊടുത്താൽ മതി അല്ലേ? അപ്പം പൊടിഞ്ഞോളൂല്ലേ? എള്ള് വറുത്തിട്ട് ഇപ്പം ഞാൻ നല്ലോണം ഇളക്കി കൊടുക്കാണ്. കണ്ടോ എള്ളിൽ വറുത്തിട്ടില്ലേ? നല്ലൊരു മണം ഉണ്ടല്ലോ, നല്ലൊരു സ്മെല്ല്, നല്ലൊരു പുളിഞ്ചിന്റെ സ്മെല്ല്. ഇത് കടുക് അതിക്ക് പൊട്ടിച്ചിട്ടാണ്. ചെറുതന്നെ പൊട്ടിയാൽ മതി അല്ലേ കടുക്? ഇപ്പൊ ഇതാണ് സാറായി. അടിപൊളി കേട്ടോ തന്നെ. കടുക് വറുത്തോ? മാഷാ അല്ലാ, അടിപൊളി. നല്ല അടിപൊളി പുളിയാണ്.
കഴിഞ്ഞു.